إياس بن ثعلبة الحارثي رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم عليه الجنة. فقال له رجل: وإن كان شيئا يسيرا يا رسول الله صلى الله عليه وسلم. قال: وإن قضيبا من أراك. റവാഹു മുസ്ലിം. വളരെ ഗൗരവത്തോടു കൂടി അറിയേണ്ട ഒരു ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ഇഖ്തതഅ ഹഖ്ഖ ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി. ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമായ സഹോദരന്റെ ഹക്ക് കള്ളസത്യം ചെയ്തുകൊണ്ട് അപഹരിച്ചാൽ, അത് അന്യന്റെ എന്തെങ്കിലും ഒരു സാധനം ഒന്നുകിൽ അയാൾക്കത് നഷ്ടപ്പെടുത്തുക, അയാളുടെ കൈമലിൽ നിന്നും അതില്ലാണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നമ്മളെ സ്വന്തമാക്കാൻ ശ്രമിക്കുക അന്യായമായിട്ട്. അതും എങ്ങനെ? ബിയമീനിഹി, കള്ളസത്യം ചെയ്തുകൊണ്ട്, കള്ളസാക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹക്ക് ഒരാൾക്ക് ബാക്കിയായ, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മുസ്ലിമായ ഒരു മുസ്ലിം എന്ന് പറയാൻ കാരണം മുസ്ലിമിന് ഇസ്സത്ത് കൊടുത്തിട്ടാണ്. മനുഷ്യന്മാരാരാണെങ്കിലും ഏത് മനുഷ്യന്മാരുടെ അവകാശത്തെയും നമ്മൾ കള്ളസാക്ഷികളെ ഉണ്ടാക്കി കള്ളസത്യങ്ങൾ ചെയ്തിട്ട് ഇല്ലാണ്ടാക്കുക. അതല്ലെങ്കിൽ അന്യൻ്റെതിനെ ഇപ്പറഞ്ഞ കള്ളസാക്ഷികളെ വെച്ചിട്ട് നമ്മൾ സ്വന്തമാക്കുക. ഇങ്ങനെ അഥവാ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ഫഖദ് ഔജബല്ലാഹു ലഹു അന്നാർ, നരകം അല്ലാഹു അവന് നിർബന്ധമാക്കിയിരിക്കുന്നു. അന്യന്റെ ഹക്ക് അല്ലാഹു സഹിക്കുന്ന പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും അധികം സൂക്ഷ്മത കാണിച്ച ആളാണ്. ഒരാൾക്കും ഒരു ഷൈഇന്റെ ഹക്ക് ദുനിയാവിൽ ബാക്കി ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് എന്നെ നോക്കിയെന്നോ, എന്നെ പറഞ്ഞു എന്നോ, എന്നെ ചെയ്തെന്നോ, എന്റേത് ഇങ്ങനെ എടുത്തുന്നോ ഒന്നും പറയാനുണ്ടാവില്ല. വഫാത്താവുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. സഹാബാക്കളൊക്കെ ഇങ്ങനെ കണ്ണും മിഴിച്ച് കാത്തിരിക്കാണ്. കാരണം കുറെ നാളായി കണ്ടിട്ട്. പള്ളിയിലും ആള്, വരാന്തയിലും ആള്, ആയിഷ ബീവിന്റെ വീട്ടിന്റെ മുമ്പിലാള്. അവർക്ക് ഇങ്ങനെ റസൂലുള്ളാഹിനെ കാണാനുള്ള കൊതിയിലാണ്. ആ സമയത്താണ് പെട്ടെന്ന് കർട്ടൻ മാറ്റിയിട്ട് പുറത്തേക്ക് വരുന്നത്. ആൾക്കാരെല്ലാം കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്റെ മുകളിലേക്ക് കയറി. മിമ്പറിന്റെ പടിയിൽ ഇരുന്ന് തല സഹാബാക്കളുടെ മുന്നിൽ കുഴിച്ചു. റാബി പറയുന്നു, നബിയുടെ പെരടിയിലുള്ള രോമം നമ്മൾ കണ്ടു, അത്രത്തോളം കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്നുള്ള അവകാശം വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിക്കോളിൻ, ആഖിറത്തിലേക്ക് ബാക്കി വെക്കരുത്. എന്തെങ്കിലും ഒരു ഹക്ക്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയതിൻ്റെയോ നോക്കിയതിൻ്റെയോ എന്തെങ്കിലും ചെയ്തതിൻ്റെയോ പകരം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ഇവിടുന്ന് തീർക്കണം, ആഖിറത്തിലേക്ക് ബാക്കിയാക്കരുത്. അവിടെ ദീനാറോ ദിർഹമോ ഉപകാരപ്പെടുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അഥവാ നിങ്ങളുടെ സഹോദരന്മാരോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മദ്ലമത്ത് ബാക്കിയുണ്ടെങ്കിൽ, ഒരു ഹക്ക്, പൈസൻ്റെതാവാം, വാക്കിൻ്റെതാവാം, പ്രവൃത്തിയുടേതാവാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൽയസ്തഹ്ലിൽഹു, അവൻ ഇപ്പൊ തന്നെ അത് പറഞ്ഞിട്ട് തീർത്തോട്ടെ. കാരണം നാളെ ആഖിറത്തിൽ ദീനാറും ദിർഹമും ഉപകാരപ്പെടൂല. അവിടെ ആരും മാപ്പ് തരൂല്ല, ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഹക്ക് ചിന്തിക്കണം, ആലോചിച്ചെടുക്കണം. കാരണം ആഖിറത്തിന്റെ കാര്യമാണ്, ഒരു രക്ഷയും കിട്ടൂല. അള്ളാഹു നരകം നിർബന്ധമാക്കും. വഹറമ അലൈഹിൽ ജന്ന, ഇതർത്ഥം സ്വർഗം അവന് ഹറാമാക്കും. മുവഹിദായിരിക്കും. സഹാബത്തിനോടല്ലേ ഇത് പറയുന്നു, മുവഹിദായിരിക്കും. പക്ഷെ അന്യന്റെ എന്തെങ്കിലും ഹക്ക് നമ്മുടെ ബാധ്യതയിൽ ബാക്കിയുണ്ടെങ്കിൽ അപകടമാണ്.
ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് പേടിയായി. കാരണം അവരാകെ മെയിനായിട്ട് കാണുന്നത് ആഖിറാണ്. എങ്ങനെങ്കിലും സ്വർഗത്തിലെത്തണം, നരകത്തിന്ന് രക്ഷപ്പെടണം, ഇതാണ് അവരുടെ മെയിൻ ചിന്ത. ഇത് സ്വർഗം ഹറാമാക്കി നരകം നിർബന്ധമാക്കുന്നത് കേട്ടപ്പം അവർക്ക് പേടിയായി. ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഇൻ കാന ശൈഅൻ യസീറൻ, ആ ഹഖ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലോ? നമ്മൾക്ക് നിസ്സാരമായിട്ട് കാണുന്നത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഇൻ ഖദീബൻ മിൻ അറാഖ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന അറാഖ് ഉണ്ടല്ലോ, ആ അറാഖിന്റെ ഒരു വടിക്കഷണമാണെങ്കിലും ശരി അപകടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് എന്തെല്ലോ ഹക്കുകൾ ബാക്കിയുണ്ടാവും, എന്തെല്ലോ ബാധ്യതകൾ. അത് പ്രത്യേകിച്ച് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞ് കള്ളസാക്ഷികളെ വെച്ച് കള്ളത്തരം പറഞ്ഞ് അപഹരിച്ചതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതോ അതങ്ങനെ ബാക്കിയുണ്ടാവും. ഒരു സഹാബി ഷഹീദായി. ഷഹീദാവെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ദീനു വേണ്ടി. അവരുടെ കൂലി എന്താണെന്നറിയോ? ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴലോടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു. പിന്നെ ഓരോ തുള്ളി രക്തവും അവരുടെ ദറജകൾ ഉയർത്തും. അവർ പച്ച നിറത്തിലുള്ള കിളികളിൽ അവരുടെ റൂഹിനെ നിക്ഷേപിക്കും. അതിങ്ങനെ സ്വർഗത്തിൽ പറന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ അർശിൽ തൂക്കപ്പെട്ടിരിക്കുന്ന ചില കൂടുകളിലാണ് അവർ താമസിക്കുക. അത്ര വലിയ പുണ്യമാണ് ഷഹീദിന്. ഒരു സഹാബി യുദ്ധം കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ ആ തമ്പിലാണ് അദ്ദേഹം ഷഹീദാവുന്നത്. വെട്ടുകൊണ്ട് പരിക്കേറ്റ് ആ തമ്പിൽ ഷഹീദായി. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കൾക്ക് ഭയങ്കര സന്തോഷമായി. അവർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട്, ഇന്ന ആള് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു, ഷഹീദായതല്ലേ എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ ശരീരത്തിൽ തീ കൊണ്ടുള്ള ഒരു പുതപ്പ് പുതച്ചതായി ഞാൻ കാണുന്നു. നമുക്ക് പേടിയായി. കാരണം ജിഹാദിന് വന്ന് ഷഹീദായ ഒരു സഹാബിയെ പറ്റിയാണ് ഈ വർത്താനം പറയുന്നത്. അതും അല്ലാഹുവിന്റെ റസൂല്. അവർക്ക് സംഭവം മനസ്സിലായില്ല. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ അനുവാദമില്ലാതെ ഗനീമത്തിൽ നിന്നും ഒരു പുതപ്പ് അയാൾ എടുത്തു മാറ്റിയിരുന്നു. കട്ടതായിരിക്കൂല, എന്തായാലും ഗനീമത്ത് കൊടുക്കുമല്ലോ അല്ലാഹുവിന്റെ റസൂല്. അപ്പൊ അതിന് എനിക്ക് എന്തായാലും കിട്ടാനുള്ള ഒരു ഓഹരി ഉണ്ടാവും. അതങ്ങ് എടുത്തു, ചോദിച്ചില്ല. പക്ഷെ അത് അന്യൻ്റെതാണ്. അതെനിക്ക് എൻ്റെ റസൂല് തരുന്നത് വരെ അത് അന്യൻ്റെതാണ്. എനിക്ക് തന്നാൽ എൻ്റെതായി. അന്യന്റെ സ്വത്ത് എടുത്തു. അതാ ഷഹീദിനെ നരകത്തിന്റെ തീ കൊണ്ടുള്ള പുതപ്പായി പുതച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കഥ എന്തായിരിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴാ മരണം വരാന്ന് പറയാൻ കഴിയില്ല. ഒരുങ്ങിക്കിടന്നിട്ട് മരിക്കാൻ പറ്റിയാൽ വലിയ ഭാഗ്യം. എല്ലാം തീർത്ത് പറഞ്ഞ് പൊരുത്തപ്പൊടിവിച്ച് മരിക്കാനായി കിടന്ന് മലക്കുൽ മൗത്തിനെ പ്രതീക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ സംഭവം ഈസിയായി. പെട്ടെന്നുള്ള മരണമാണെങ്കിൽ ഒന്നിനും നേരം കിട്ടൂല. വേം പറഞ്ഞു തീർത്തോളും. അവിടെ നാണക്കേടൊന്നും വിചാരിക്കുന്ന ഒരു പരിപാടിയില്ല. ഞാൻ എങ്ങനെയാ പോയിട്ട് പറയുക, എങ്ങനെയാ പോയിട്ട് ചോദിക്കുക, എങ്ങനെയാ ഇപ്പൊ തിരിച്ചു? നാണക്കേടും ഇല്ല, അവിടെ വേറെ നഷ്ടങ്ങളൊന്നുമില്ല. കാരണം വരാനിരിക്കുന്ന ആഖിറമാണ് ഏറ്റവും വലിയ നഷ്ടം. ഹദീസുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, അൽ ഹസ്റു മിൻ അഖ്ദി ഹുഖൂഖിൽ ആഖിരീൻ. മറ്റുള്ളവരുടെ അവകാശം, ഹക്കുകൾ നമ്മളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ താക്കീതാണ് ഈ ഹദീസിലുള്ളത്. അല്ലെങ്കിൽ അന്യൻ്റെത് കളവ് പറഞ്ഞ് കള്ളസാക്ഷികളെ വെച്ച് സ്വന്തമാക്കുന്നതിനെ പറ്റിയുള്ള താക്കീതാണ് ഈ ഹദീസിലുള്ളത്. എന്ന് മാത്രമല്ല, ഇമാം നബവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഗലദു തഹരീമി ഹുഖൂഖിൽ മുസ്ലിമീൻ ഹഖ്ഖും റിഇൻ മുസ്ലിമിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതിനെ കൊണ്ട്, മുസ്ലിമായ ഒരു മനുഷ്യന്റെ എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ഈ ചെയ്ത പ്രവൃത്തി മുസ്ലിമിനോടാണെങ്കിൽ അതിന്റെ ശിക്ഷയുടെ ഗൗരവം കുറച്ചും കൂടി കൂടും. ഇമാം നബവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു. എന്ന് മാത്രമല്ല, വഅന്നഹു ലാ ഫർഖ ബൈന ഖലീലിൽ ഹഖ് വകസീരി. നമ്മൾ ചിലപ്പോൾ പറയും, ചെറിയ ₹1 കേസേ ഉള്ളൂ, നമ്മളെ ഹക്ക് എത്രയേ ഉള്ളൂ, ₹1 ഉള്ളൂ. എനിക്ക് നമ്മൾ കള്ളം പറഞ്ഞ് കള്ളസാക്ഷികൾ വെച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചത് ഒരു കല്ലിന്റെ സ്ഥലമേ ഉള്ളൂ, ഒരു കല്ലിന്റെ അത്രയേ ഉള്ളൂ, ഒരു ഇഷ്ടികന്റെ പകുതിക്കുള്ള സ്ഥലമേ ഉള്ളൂ. അത് കുറവാവട്ടെ അധികമാവട്ടെ, അള്ളാഹുവിന്റെ അടുക്കൽ അത് അന്യൻ്റെതാണ്.
നിന്റേതല്ല, അന്യൻ്റെതാണ്. ഇമാം തിർമിദി റഹ്മഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരോടെങ്കിലും ഹക്കിടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും നമ്മുടെ സഹോദരന്മാരും മരിച്ചുപോയാൽ മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ മാപ്പാക്കി റബ്ബേ നീ അയാൾക്ക് പുറത്തു കൊടുക്കണേന്ന് ആത്മാർത്ഥമായിട്ട് പറയും. ഇല്ലെങ്കിൽ കുടുങ്ങി പോകും, ഒരു രക്ഷയുണ്ടാവില്ല. ഒരു ഹക്കുമില്ലാണ്ട് മരിച്ചു പോകാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒരു 5 പൈസന്റെ ഒരു വാക്കിന്റെ ഒന്നുമില്ലാതെ. കാരണം അള്ളാഹു പറയും അദ്ദിൽ അമാന, എന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടി വേണമെങ്കിൽ നീ ആദ്യം അദ്ദിൽ അമാന, അന്യരോടുള്ള ഹക്ക് പൂർത്തിയാക്കിയിട്ട് വാ. അടിച്ചതുണ്ടാവും, തെറി വിളിച്ചതുണ്ടാവും, വിഷമിപ്പിച്ചതുണ്ടാവും, പ്രയാസപ്പെടുത്തിയതുണ്ടാവും, ചീത്ത പറഞ്ഞതുണ്ടാവും, കട്ടതുണ്ടാവും, പറ്റിച്ചതുണ്ടാവും, പറഞ്ഞു പറ്റിച്ചതുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അദ്ദിൽ അമാന, പൂർത്തിയാക്കിയിട്ട് വാ. എങ്ങനെ പൂർത്തിയാക്കും? എന്ത് പറയും? ആരോട് ചോദിക്കും? ആരോട് പറയും? എനിക്ക് ചോദിച്ചാൽ തന്നെ ആരും മാപ്പ് തരും? ഉമ്മ വരെ മാപ്പാക്കൂല. നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മ വരെ എന്തെങ്കിലും ഹക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് മാപ്പാക്കൂല. ഉറപ്പാണ് സംഗതി. കാരണം അല്ലാഹു ഖുർആൻ പറഞ്ഞതാണ്, ഒരിക്കലും ഒരാളും ഒരാളെ പറ്റിയും ചോദിക്കൂല, സഹതപിക്കൂല. ലാ യസ്അലു ഹമീമുൻ ഹമീമൻ, ഒറ്റ ചങ്ങാതിമാര് പോലും പരസ്പരം നോക്കൂല, ചോദിക്കൂല, പറയൂല. എന്ത് ചെയ്യും? അദ്ദിൽ അമാന, ഒറ്റ വാക്ക് അല്ലാന്റെ അദ്ദിൽ അമാന, എന്റെ അടിമകളോടുള്ള ഹക്കുണ്ട്, നിനക്ക് ബാക്കിയുണ്ട്, പൂർത്തിയാക്കിയിട്ട് വാ, എന്നിട്ട് നമ്മൾ തമ്മിലുള്ള ശരിയാക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവന് വേറെ രക്ഷയില്ല, ഇവനെ നരകത്തിലേക്ക് എടുത്തിടും. നരകത്തിൽ ഇവൻ കാണും ഇവന്റെ ഹക്കുകൾ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ. അത് കാണുമ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഇങ്ങനെയാണ്, അത് മുഴുവനും പെറുക്കിയെടുത്തിട്ട് അവൻ മുകളിലേക്ക് വന്ന് അല്ലാഹുവിന്റെ മുമ്പ് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആശിച്ചു വരും. നരകത്തിന്റെ മോൾ ഭാഗത്ത് എത്തുമ്പോൾ മലക്കുകൾ തള്ളിയിട്ട് പിന്നെയും താഴെക്കിടും. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന പരിപാടിയിൽ ഹക്ക് ബാക്കിയുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന നന്മകൾ നാളെ ആഖിറത്തിൽ ഒന്നുമല്ലാണ്ടായി പോയാൽ അതായിരിക്കും ഏറ്റവും വലിയ സങ്കടമുള്ള അവസ്ഥ. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തോളി, കൊടുക്കാനുള്ളത് കൊടുത്ത് തീർത്തോളി. എനിക്ക് കൊടുക്കാൻ പറ്റൂല, അയാളെ ചെന്ന് കണ്ടിട്ട് ഒന്നുകിൽ കാലതാമസം ചോദിച്ചു വാങ്ങുക, അല്ലെങ്കിൽ പൊരുത്തപ്പെടിപ്പിക്കുക. എന്തെങ്കിലും ചെയ്തിട്ട് തലയിൽ എന്ത് ചെയ്യണം? അതങ്ങ് ഒഴിവാക്കി വെക്കണം. മരിക്കുന്ന സമയം ഭാരമില്ലാണ്ട് മരിക്കാം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക.